കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിക്രൂരമായ സൈബർ ആക്രമണമാണ് എനിക്കെതിരെ നടത്തിക്കൊണ്ടിരുന്നത്. ഒരു ഉപജാപക സംഘം BJP നേതൃത്വത്തിലെ ചിലരുമായി ചേർന്നാണ് ഈ കള്ളപ്രചരണങ്ങളെല്ലാം നടത്തിയത്. 54 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്കെതിരെ ഒരു ചെറിയ കറുത്ത പൊട്ട് പോലും ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു പെറ്റി കേസ് പോലും എനിക്കെതിരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത്ര സംശുദ്ധമായ ഒരു രാഷ്ട്രീയമാണ് എനിക്കുള്ളത്. ഇവിടെ ഇന്ന് ഈ ഉപജാപക സംഘം ഉന്നയിച്ച ആരോപണങ്ങളാണ് ഇന്ന് രാവിലെ വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചത്. BJPയുടെയും CPMൻ്റെയും താല്പര്യം സംരക്ഷിക്കാൻ ട്രപ്പീസ് കളിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ കോൺഗ്രസ്സിലും സംരക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചതിൽ തെറ്റില്ല. അദ്ദേഹത്തോട് എന്നോട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വിരോധമുണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. എന്തായാലും ഇന്നുണ്ടായിരിക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യം, ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിശദമായി പറയാനുള്ള കാര്യങ്ങൾ പിന്നീട് ഞാൻ സംസാരിക്കാം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. എന്തോ എങ്ങനെ ഇല്ലില്ല, ഒന്നുമില്ല. എനിക്ക് യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളുമില്ല. ഞാൻ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ അഭിനന്ദിക്കുന്നു. പക്ഷേ എനിക്കെതിരെ നടന്നത് മുഴുവൻ ക്രൂരമായ സൈബർ ആക്രമണമാണ്. അത് ക്രൂരമായൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഒരു ഉപജാപക സംഘമാണ് അതിൻ്റെ പുറകിൽ. അവർ BJPയുടെ ചിലരുമായി ആലോചിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടി ഫോറങ്ങളിൽ ധരിപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ ഞാൻ ധരിപ്പിക്കും. അതിനുശേഷം വീണ്ടും ഞാൻ നിങ്ങളെ കാണാം. അല്ല, ഞാൻ ഇത്രയും കാര്യങ്ങൾ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ബാക്കി കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാം. ഇല്ല, അങ്ങനെയുള്ള യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഈ 4 തവണ തുടർച്ചയായി പാർലമെൻറ്റിൽ വിജയിച്ച ആളാണ്. ഈ കള്ളപ്രചരണങ്ങളെ എല്ലാം അതിജീവിച്ച് ഓരോ തവണയും വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്നത്. 54 വർഷത്തെ രാഷ്ട്രീയമുണ്ട്. ഈ 54 വർഷത്തിൽ എന്തെങ്കിലും ഒരു വസ്തുനിഷ്ഠമായ ആരോപണം എനിക്ക് എതിരെ ഉണ്ടായിട്ടുണ്ടെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞൊരു പെറ്റി കേസ് പോലും എനിക്കെതിരെ ഉണ്ടായിട്ടില്ല. ഒരാരോപണമല്ല, സംശുദ്ധ രാഷ്ട്രീയമാണ്. അപ്പോൾ ചില ഉപജാപക സംഘങ്ങൾ, ആ സംഘങ്ങളെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വത്തെ ഞാൻ ധരിപ്പിക്കും. അവരതിന് പ്രോപ്പറായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. ഞാനേ കോൺഗ്രസ്സുകാരനാണ്. ഞാൻ ഒരു ജാതിയുടെ മതത്തിൻ്റെ ആളല്ല. മതേതരത്വമാണ് എൻ്റെ രാഷ്ട്രീയം. കോൺഗ്രസ്സാണ് എൻ്റെ മതം. അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ. ഒരു സമുദായ സംഘടനയുടെയും പിൻബലത്തിലല്ല. 54 വർഷത്തെ കോൺഗ്രസ് പ്രവർത്തനത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അല്ല, എനിക്കറിയത്തില്ലല്ലോ, അതേ സംബന്ധിച്ചൊന്നും എനിക്കറിയില്ല. എങ്ങനെ അതൊന്നും കുഴപ്പമൊന്നുമില്ല. അർഹതപ്പെട്ട ധാരാളം സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാനൊന്നും ഒരു പ്രതികരണവും പാർട്ടിക്കെതിരെ നടത്തിയിട്ടില്ല. അച്ചടക്കമുള്ള പാർട്ടിക്കാരനായിട്ടാണ് നിന്നത്. അത് ഇത്തവണ ഇത്രയും പറയാൻ കാര്യം, ഒരു ഉപജാപക സംഘം നടത്തിയ അതിക്രൂരമായ നിന്ദ്യമായ ആക്രമണം, അതിന് BJPയുടെ സഹായം തേടി എന്നുള്ളതാണ് എനിക്ക് കൃത്യമായി അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പാർട്ടി നേതൃത്വത്തെ ധരിപ്പിക്കും. പാർട്ടി നേതൃത്വം അതിന് എന്ത് നടപടി എടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് ബാക്കി കാര്യങ്ങൾ പറയാം.